നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ഭരണകൂടങ്ങളിൽ ഒന്നായ ഉത്തര കൊറിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ്. 3 തലമുറകളായി കിം കുടുംബം അടക്കി വാഴുന്ന ഈ രാജ്യത്ത് 4ാം തലമുറയെ ഭരണത്തിലേറ്റാനുള്ള നീക്കങ്ങൾ സജീവമായതായാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിൻ്റെ കൗമാരക്കാരിയായ മകൾ കിം ജു ആയെ പിൻഗാമിയായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ, കിമ്മിൻ്റെ കരുത്തയായ സഹോദരി കിം യോ ജോങ്ങിൻ്റെ സാന്നിധ്യം മറ്റൊരു വശത്ത് വലിയ വെല്ലുവിളിയായി ഉയരുന്നു. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന വർക്കേഴ്സ് പാർട്ടി കോൺഗ്രസ് ഈ അധികാര കൈമാറ്റത്തിൻ്റെ നിർണായകമായ വേദിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ NIS പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം 13 വയസ്സ് മാത്രം പ്രായമുള്ള കിം ജുവായെ സക്സസർ ഡെസിഗ്നേറ്റീവ് അഥവാ അടുത്ത ഭരണാധികാരി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. 2022 ഒരു മിസൈൽ പരീക്ഷണ വേദിയിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട ജുവായെ ഇപ്പോൾ തൻ്റെ പിതാവിനോടൊപ്പം സൈനിക പരേഡുകളിലും നയതന്ത്ര കൂടിക്കാഴ്ചകളിലും സജീവമായി പങ്കെടുപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ കിം ജോങ് ഉന്നിനോടൊപ്പം ബീജിങ്ങിലെത്തിയത് ജുവോ ആയെ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉത്തര കൊറിയ പോലൊരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഭരണാധികാരിയാകുന്നത് അസാധ്യമാണെന്ന് കരുതിയിരുന്ന വിദഗ്ധർ പോലും ജുവായെ തുടർച്ചയായ പൊതു സാന്നിധ്യത്തോടെ തങ്ങളുടെ നിഗമനങ്ങൾ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയ പോലൊരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഭരണാധികാരിയാകുന്നത് അസാധ്യമാണെന്ന് കരുതിയിരുന്ന വിദഗ്ധർ പോലും ജുവായുടെ തുടർച്ചയായ പൊതു സാന്നിധ്യത്തോടെ തങ്ങളുടെ നിഗമനങ്ങൾ മാറ്റിമറിച്ചിട്ടുണ്ട്. എങ്കിലും ജുവായുടെ വഴി അത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കിം ജോങ് ഉന്നിൻ്റെ 38 വയസ്സുകാരിയായ സഹോദരി കിം യോ ജോങ് ആണ് ഈ വഴിയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നിലവിൽ ഉത്തര കൊറിയയുടെ 2ാമത്തെ ശക്തിയായ വ്യക്തിയായി അറിയപ്പെടുന്ന ഇവർക്ക് സൈന്യത്തിലും ഭരണതലത്തിലും വലിയ സ്വാധീനമുണ്ട്. കിം ജോങ് ഉന്നിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ ജുവായെ മറികടന്ന് അധികാരം പിടിച്ചെടുക്കുവാൻ കിം യോ ജോങ് ശ്രമിക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. വധശ്രമങ്ങൾ കൂടാതെ കിമ്മിൻ്റെ അമിതമായ ഭാരവും പുകവലിയും മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. കിം ജോങ് ഉൻ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ അത് രാജ്യത്ത് വലിയ സൈനിക അട്ടിമറികൾക്കും രക്തച്ചൊരിച്ചിലിനും കാരണമായേക്കാം. പ്രായപൂർത്തിയാകാത്ത മകളേക്കാൾ രാഷ്ട്രീയമായി സുശക്തയായ സഹോദരിക്ക് മുൻതൂക്കവും ലഭിച്ചേക്കാം. പ്രത്യേകിച്ച് മാർച്ച് മാസത്തിന് മുൻപായി കിം ജോങ് ഉന്നിൻ്റെ ജീവന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു അധികാര പോരാട്ടം അനിവാര്യമാക്കി തീർക്കും. ഉത്തര കൊറിയയുടെ ചരിത്രം പരിശോധിച്ചാൽ അധികാരത്തിന് വേണ്ടിയുള്ള ക്രൂരമായ നീക്കങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്. തൻ്റെ അധികാരം ഉറപ്പിക്കുവാനായി കിം ജോങ് ഉൻ മുൻപ് സ്വന്തം അമ്മാവനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും തൻ്റെ അർദ്ധ സഹോദരനെ വിദേശത്ത് വച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം കടുത്ത നടപടികൾ വരും കാലങ്ങളിലും ഉണ്ടായേക്കാം. നിലവിൽ 50ഓളം ആണവായുധങ്ങൾക്കായുള്ള ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണം ആരുടെ കൈവശം എത്തുമെന്നത് ലോകം അതീവ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രീയ സമ്മേളനങ്ങൾ ജുവായുടെ ഭാവി നിശ്ചയിക്കുന്നതോടൊപ്പം തന്നെ കിം കുടുംബത്തിനുള്ളിലെ ശീതയുദ്ധത്തിൻ്റെ ആഴവും വെളിപ്പെടുത്തും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.